സെറ്റ്. അമ്മ, ഞാനും അവനും അച്ഛനും കൂടെ ട്രിപ്പിന് പോണേന് അമ്മയ്ക്ക് വല്ല വിഷമം ഉണ്ടാ? ഉണ്ടെങ്കിൽ പായസവും കുടിച്ച് വീട്ടിൽ കിടക്കി, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യേ? അമ്മ ഇല്ലാത്തൊരു ട്രിപ്പിനെ പറ്റി ആലോചിക്കുമ്പോ വിഷമിക്കരുത് മക്കളെ, അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ വരാൻ പറ്റാത്ത. ആലോചിക്കുമ്പോ എന്തൊരു സമാധാനം. ട്രിപ്പിന്റെ സമയമായപ്പോ എനിക്ക് വയ്യാതായി പോയി, അല്ലെങ്കിൽ ഞാനും നിന്നെയൊക്കെ പോലെ ഒരു അലക്കലക്കിയേനാ. ഇനിയും അമ്മയ്ക്ക് അലക്കാൻ സമയമുണ്ട്. എങ്ങനെ? അമ്മയും കാത്ത് ഒരു കുന്ന് ഡ്രസ്സാണ് നമ്മളവിടെ കിടക്കണത്, ആവശ്യം പോലെ അലക്കിക്കോളി. നിങ്ങള് പോയിട്ട് ഇനി എന്നാ വരും? നമ്മളൊരു ഊട്ടി കൊടൈക്കനാല് 3, 4, 5 ദിവസോ? 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് വരുമെന്ന് തീരുമാനിക്കും അല്ലേ? അതെ അതെ. നിങ്ങൾ ഈ അമ്മയെ മിസ് ചെയ്യോടാ? ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് മിസ് ചെയ്യും, പിന്നെ ട്രിപ്പ് എൻജോയ് ചെയ്ത് തുടങ്ങുമ്പോ ആര് മിസ് ചെയ്യേ? കണ്ട 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്തുപറ്റ അമ്മയോട് പറയണ പറച്ചില്. പിന്നെ നമ്മളെ പറ്റിയ തള്ളയല്ലേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ? നാട്ടുകാരെ തള്ളക്കി വിളിച്ചാ നാട്ടുകാരെ നമ്മളെ തള്ളക്കി വിളിക്കും. ഏത് തള്ളക്കി വിളി? പിന്നെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഊട്ടിയാണ്, തണുപ്പും കാണും. ജലദോഷവും പനിയായിട്ട് ഇങ്ങോട്ട് വരരുത്. പനിയൊന്നും വരൂല, നമ്മൾ മങ്കിക്കാപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛന്റെ തൊപ്പി നീ എടുത്തു വെച്ചാ പിന്നെ അച്ഛൻ ഏത് തൊപ്പി എടുത്ത് വെക്കോടാ? പിന്നെ അമ്മ, നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പം അമ്മക്ക് എന്ത് കൊണ്ടുവരണം? കുറച്ച് മനസ്സമാനം കൊണ്ടുവരാൻ പറ്റോ? മനസ്സമാനമൊക്കെ നമ്മൾ പോണ അപ്പത്തൊട്ടേ അമ്മക്ക് കിട്ടി തുടങ്ങും അല്ലേ? അത് വിട്. എനിക്കൊന്നും വേണ്ടേ, 3 പേരും തിരിച്ച് അതേപോലെ എത്തിയാതി. നമ്മൾ എന്തായാലും തിരിച്ചു വരും, പക്ഷെ അച്ഛന്റെ കാര്യത്തില് നോ ഗ്യാരണ്ടി. നോ വാരണ്ടി. തന്നെ അങ്ങേരെ കാര്യമല്ലേ. പിന്നെ പൈസ കയ്യിലുണ്ടാ? ഓ, പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അമ്മേരെ ഏറ്റവും കാര്യം നമ്മൾ ഇന്നലെ 10,000 രൂപ വരച്ച് വെച്ച്. പൈസയൊക്കെ കയ്യിലുണ്ടാന്നേ ചോദിച്ചോളൂ, എന്നോട് കാര്യം പറഞ്ഞേ. അച്ഛൻ, the only one, our അച്ഛൻ. അവർ അച്ഛൻ? നോ, our അച്ഛൻ. ഓ രഘു. എന്റെ പൊന്നു ഭാർഗു, ഞാൻ സാധനം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പെസ്പയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. ഏറിപ്പോയ 2 ദിവസം ട്രിപ്പ് കഴിഞ്ഞ് നമുക്ക് ഒത്തുവന്ന് അടിക്കാന്ന്. എന്ത് ജലജ കണ്ടുപിടിക്കുമെന്നാ? ജലജ എടുത്ത് കുടിക്കാന്നും ചെയ്യൂല. അവളെ പെസ്പിയിലെ ആളല്ല, ഏഴപ്പന്റെ ആളാണ്. ഡേ ഭാർഗു, ഇന്നലെ രാത്രി ജംഗ്ഷനിൽ കൂടെ നീ 4 കാലിൽ പോണത് കണ്ട് ഏത് സാധനം അടിച്ചത്? ഇടാ അടിച്ച് ഫിറ്റ് ആയതൊന്നുമല്ല. പിന്നെ എന്റെ മേമ്മയുടെ വീട്ടിൽ നിന്ന് 2 കിണ്ണം പായസം കിട്ടി, അത് കുടിച്ചത്. എന്റെ രഘു 2 ലിറ്റർ ജവാൻ അടിച്ചപ്പോൾ ഇത്രക്ക് കിക്ക് കിട്ടൂല. തന്നെ എനിക്ക് ഒരു കാര്യം ചെയ്യും, നമ്മൾ വണ്ടി കൊണ്ട് നിന്റെ വഴി വരാം. നീ പായസോ ബർബസിലോ എന്തെങ്കിലും കലക്കി വേ, എനിക്കൂടെ കുറച്ച് കിക്ക് കിട്ടട്ടെ. ഓ ഷുഗർ. ഷുഗർ ഇട്ടോ, കുഴപ്പമില്ല, പ്രശ്നമില്ല. എനിക്ക് ട്രിപ്പിന് പോയി പൊളിക്കണം. എന്റെ ജലജയില്ലാത്ത എന്റെ 15ാമത്തെ ട്രിപ്പാണിത്. ആദ്യത്തെ ട്രിപ്പാണെന്ന്. ഈശ്വര, ഞാൻ എങ്ങനെ സഹിക്കും? ഇത്രയും തണ്ണുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു പോണത്? പിള്ളേര് പോയിട്ട് വരട്ടെ. ഗ്രേറ്റ് ഐഡിയ. അച്ഛാ, ഒരു കാര്യം ചെയ്യും, നമ്മൾ പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെ കിടക്കി. ജലജ ഊട്ടി കൊടൈക്കനാലല്ലേ, ആനയൊക്കെ ഇറങ്ങും. അപ്പൊ പിള്ളേരോടൊപ്പം ഞാൻ വേണ്ടേ? ഓ, പിന്നെ നിങ്ങൾ ആന കാണുമ്പോഴേ കുമ്പിട്ട് കുഞ്ഞു നിൽക്കുമായിരിക്കും. അങ്ങനല്ലടി, പിള്ളേരെ വഴിതെറ്റും. നിങ്ങൾ വഴിതെറ്റി പോകുന്നതാണ് എന്റെ പേടി. ജലജ, നീ എന്താ കൊച്ചു പിള്ളേരെ പോലെ? അല്ല, ഈ പിള്ളേരെ ഉൾപ്പെട്ട് നിങ്ങൾ എങ്ങോട്ട് പോണേ? അവന്മാരോടൊപ്പല്ലേ പോണത്. അപ്പൊ ആരെങ്കിലും ചോദിച്ചാ തന്തേന്ന് പറയാൻ ഒരു നാണക്കേടല്ലേ? അല്ലേടാ? അതെളിയാ. അച്ഛനും ഇപ്പൊ നമ്മളിൽ ഒരാളല്ലേ, അതുകൊണ്ടളിയാ അമ്മച്ചന്തി. പിന്നെ ശരിയെങ്കിൽ നോക്കി സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരി. സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ ട്രിപ്പിന് നീ ഇല്ലല്ലേ, അപ്പൊ നല്ലപോലെ കാര്യം നടക്കും. എന്നാ ശരി, ഹാപ്പി ജേണി, പോയിട്ട് വരാം. പിന്നെ നിന്റെ വളവൊന്ന് ഞാൻ എടുത്തായിരുന്നു. എന്തിന്? നിന്റെ കാലിൽ 15 എടുത്തല്ല. അതവന്മാരെ പാഴ്ചെലവിന്, ഇതെന്റെ വഴിച്ചെലവിന്. തിരിച്ചു വരുമ്പോ എനിക്ക് എടുത്തരടേ. തിരിച്ചു വരണോ വേണ്ടോന്ന് ആലോചിക്കട്ടെ ഞാൻ. എടാ, ഞാൻ ഫ്രണ്ട് സീറ്റ് ഞാൻ ബുക്ക് ചെയ്തേ. എനിക്ക് ഫ്രണ്ട് സീറ്റ് വേണം. എടാ, നീ ബാക്കിൽ കയറ, ബാക്കിൽ കിടന്നു വരാം. എങ്കിൽ നീ കയറി കിടന്നോ. നീ കിടക്കേണ്ട കാര്യമില്ലല്ലോ. മിണ്ടാരിയടാ, തോണങ്ങി 2 എണ്ണം. എന്റെ ജലജ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടിയേനെ. നീ പിടിവിട്. അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് എന്തല്ലേ, ഞാൻ തന്നെ ഫ്രണ്ട് ഇരിക്കാം. എന്താ പോണ്? തിരിച്ചു വരുമ്പോഴേ ഊട്ടിന്ന് കുറച്ച് നല്ല തണുപ്പ് കൊണ്ടുവരാം. ടാറ്റാ അമ്മക്ക്. ടാറ്റ വിട്രാ. ടാറ്റാ. ടാറ്റാ ടാറ്റാ. വാ വാ, ടാറ്റ. ഈശ്വര, ഒന്നും വരുത്തരുതേ, കാത്തോളണേ. ഹലോ, നിങ്ങളിത് എവിടെ എത്തി? നമ്മള് പട്ടായയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണ്. അപ്പൊ അങ്ങനല്ല, പട്ടം പറത്തിയാ ഊട്ടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണ. പട്ടം പൊട്ടാതെ പിടിക്കണേ, നല്ല പട്ടമാണ്. പിന്നെ ജലജേ, പൈസ തികയൂല, അതുകൊണ്ട് നിന്റെ മോതിരം കൂടെ ഞാൻ എടുത്തായിരുന്നു, പണയം വെച്ചതങ്ങ്. മോതിരം എടുത്താ?
മോതിരം എടുത്തതിന്റെ. വാ, വള മാത്രം എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ച. ദയവായിട്ട് കാണിച്ചു നിന്റെ ആ മോതിരം. അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിപ്പോയേനെ. നിങ്ങൾ ട്രിപ്പിന് പോയതാ അതാ എന്നെ ഹോസ്പിറ്റലിൽ ഡ്രിപ്പ് ഇട്ട് കിടത്താൻ പോയതാ? രണ്ടിനും രണ്ട് കാര്യം എനിക്ക് സന്തോഷം പകരുന്നതല്ലേ ജലജെ? എന്തേ? അങ്ങനല്ല, ഈ സമയം എന്റെ ജലജ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അയ്യോ വണ്ടി അമ്മ. പിള്ളേര് വണ്ടിയിൽ കയറിയപ്പോ തൊട്ടേ ഒടുക്കത്തെ കൂത്താട്ടം വരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ എത്തണ വരെ കാണുമെന്നു. എവിടെന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മമാര് വെട്ടിയിട്ട് പാഴത്തിന്റെ കിടക്ക് കിടന്നുറങ്ങണം. 5 മിനിറ്റ് കൂടുമ്പോ യവന്മാർക്ക് ഷാർജ കൂടി, കരിക്ക് കൂടി, ഷെയ്ക്ക് കൂടി, അങ്ങനെ പൈസ മൊത്തം തീർന്ന. ഇനിയിപ്പോ അവിടെ എത്തണവരെ ഓമാരെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ കാറ് പണയം വെക്കേണ്ടി വരും. ഏയ്, ആര് വിളിക്കണം? അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കല്ല. പിന്നെ ശരിയടി, നീ അവിടെ ഒറ്റയ്ക്കാണിരിക്കണ? ഓ, ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. കറണ്ടും പോയാ? ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാമേ. ഇതാരും ഇരുട്ടത്തൊന്നും അടിക്കണ? ഡോറ് പൊളിക്കണ്ട, തുറക്കാം. രാത്രി ആരാ? ഞാനാ, ചന്ദ്രി. അമ്മ, ചന്ദ്രന് പ്രേതം. ഞാൻ മരിച്ചില്ല ചേച്ചി, എന്നല്ലേ പ്രേതാവുള്ളൂ. കണ്ട സത്യം, കറണ്ട് വന്ന് മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. അല്ല, നീ എന്ത് ബെഡ്ഷീറ്റ് തലേണൊക്കെ ആയിട്ട് കിടക്കാൻ? എവിടെ? ഇവിടെ കുച്ചേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഇവിടെ വേറെ ആരും ഇല്ല, ജലജ ചേച്ചിക്ക് കൂട്ടുകിടക്കാൻ പോണോന്ന്. കള്ളന്മാരൊക്കെ ഇറങ്ങണ സമയമല്ലേ, പ്രൊട്ടക്ഷൻ. എന്റെ ആഭരണമൊക്കെ കള്ളൻ നേരത്തെ കൊണ്ടുപോയടി. അതെ തണ്ടി, എന്റെ കെട്ടിയോ. തെണ്ടിന്ന് വിളിച്ചത് വെറുതെ ആയില്ല. നീ കേറി പോ തണ്ടി. നിന്നെ തന്നെ ഉള്ളത് പറയാല്ലേ ചേച്ചി, എനിക്ക് പഴയ പോലെ വിശപ്പില്ല. അത് തൊള്ളയോടൊന്ന് ഇറക്കിയിട്ടേ പറ, ഒന്നും വ്യക്തമാവണില്ല. 2 ചപ്പാത്തിയും കൂടെ എടുക്കാൻ കാണുമെന്ന്. നീ ഇവിടെ കയറ്റാൻ വന്നതാ, എനിക്ക് കൂട്ടിടക്കാൻ വന്നതാ? കയറ്റിട്ടല്ലേ ചേച്ചി കൂട്ടിടക്കാനുള്ളത്. തന്തേ മക്കളും അവിടെ പോയി എന്നെ മുടിപ്പിക്കണം, ഇവിടെ ഒരുത്തി ഇവിടെ വന്ന് എന്നെ മുടിപ്പിക്കണം. ഒന്നുമില്ല, നീ കയറ്റി. ആടാ ചേച്ചി, ചേട്ടാ എവിടെ പോയെന്നാണ് പറഞ്ഞ? ഊട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഒരു ഫ്രൂട്ടി എടുക്കാൻ കാണോ? ഇല്ല, കടയെ കാണും. എങ്കിൽ ചേച്ചി പോയി വാങ്ങിച്ചോണ്ട് വന്നാണ് തായിക്കണം. എന്നാലും അവർ എന്നെ കൂട്ടാതെ പോയല്ല. എന്റെ അസുഖം കഴിഞ്ഞിട്ട് പോയാ പോരായിരുന്ന എന്നെ എനിക്ക് കൂടെ പോരുന്നല്ല. പോട്ടെ ചേച്ചി, സാരമില്ല. എനിക്ക് ചേച്ചിയുടെ വിഷമം മനസ്സിലാവും. നിനക്കെങ്കിലും മനസ്സിലായില്ല സുന്ദരി. ഒരു ചപ്പാത്തി എങ്കിലും എടുക്കാൻ കാണോ? എന്റെ പൊന്നു സുന്ദരി, ഞാൻ ഹോട്ടലല്ലേ നടത്തണ. നമുക്ക് ഹോട്ടലിൽ പോയി ഒരു കുഴിമന്തി അടിച്ചാലാ? നീ എന്തൊരു ഈ നട്ടപ്പാരൊക്കെ ഇങ്ങോട്ട് കയറി വന്നാ? കൂട്ടുകിടക്കേ കൂട്ടില്ല. നിനക്ക് അവിടെ ചുണ്ണൂടി കിടന്നാ പോലെയിരുന്നാ? നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് കേട്ടപ്പോ എന്റെ മനസ്സനുവദിച്ചില്ല. നിന്റെ മനസ്സിലിപ്പോ അനുവദിക്കാതെ നിന്റെ വയറാണ്. 10 ചപ്പാത്തിയും കയറ്റിയിട്ട് നിന്ന് താളം പെണ്ണവള്. ഇപ്പൊ അങ്ങനെ ആയില്ലേ? പണ്ട് ആൾക്കാർ അടിക്കാൻ വേണ്ടി വീട് വളഞ്ഞപ്പം മെഷീൻ ഗണ്ണിന്റെ മൂട് പിടിക്കാൻ ഈ ചന്ദ്രയെ ഉണ്ടായിരുന്നുള്ളൂ. നീ പണ്ടേ മൂട് താങ്ങിയാണെന്ന് എനിക്കറിയാം. ഏതോ കാട്ടിക്കയറി നിങ്ങൾ പുകയുമില്ല പറിച്ച് വീട്ടിൽ പ്രേതം കയറിയപ്പം ആ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ആര് പുകയുമില്ല പറിച്ചുകൊണ്ട് വന്നത്? ഞാൻ വേറെ ഒന്നും അല്ല പറഞ്ഞത്. പണ്ട് നീ എനിക്ക് വലിയ ഉപകാരിയായിരുന്നു, ഇപ്പൊ ശല്യമായി മാറിയിരിക്കണം. അപ്പൊ അത്രയൊക്കെയായി നിങ്ങള്. ചേച്ചി, ഗ്യാസ് കയറി. ഗ്യാസിന് വല്ലതും ഉണ്ടാ? ഗ്യാസ് നിറച്ച സിലിണ്ടർ ഉണ്ട്, മതിയാ? അതല്ല, ഗ്യാസിന് കഴിക്കാൻ വല്ലതും ഉണ്ടാന്ന്. ഇത്ര കഴിച്ചത് പോരേടി നിനക്ക്? എന്തൊരു കുളക്കണായി ഫ്രിഡ്ജിന്റെ അകത്ത് ഇരിക്കല്ലേ, ഇതെടുത്ത് ഒന്ന് നിർത്തടി. എന്തൊരു വൃത്തിയാണിത്. എന്നാ ഇത് കൂടി. ചേച്ചി മിറന്നില്ലായിരുന്ന മിറന്ന കുഴി മര്യാദക്കിത് കുടിക്ക. ഇതെന്തൊരു പെസ്പിക്കൊരു ചവർപ്പ്. നീ ചോദിച്ച മുറുന്തല്ലല്ല, അപ്പോൾ ചവർപ്പ് കാണും. നിങ്ങൾക്ക് ഗ്യാസ് ഇന്നലെ ഇത് കുടിക്കും. ഞാൻ പെസ്പി കുടിക്കൂല, എടപ്പിന്റെ ആളാണ്. തള്ള ഗ്യാസ് കയറി ചാവണ്ടെങ്കിൽ കുടിക്കും. നീ പറഞ്ഞത് കൊള്ളത് തന്നെ ഏട്ടാ. ഇനി ചെറിയ ചവർപ്പ് കാണും. അതിനിത് ഏഴപ്പനല്ല, പെസ്പി അല്ലേ. ചന്ദ്രി, നീ ഉറങ്ങിയാടി? ഗുഡ് നൈറ്റ്. ബോളിയും പായസവും എല്ലാം കയറ്റി
എല്ലാണോ നല്ല ഉറക്കമായിരിക്കും. ഈ വീട്ടിൽ കയറി കക്കാൻ ഇതിലും നല്ല സമയം വേറെ ഇല്ല. ചേച്ചി ഒരു ചപ്പാത്തി വേണം. ചപ്പാത്തി ഞാൻ ഇപ്പൊ ചുട്ടു തരാം. കഥവ് തുറന്നാ അടക്കണ. നെല്ലടാ അവിടെ. ആരാടാ നീ? ആരാണോ നീ? ആരാണോ നീ? അത് പിന്നെ ചേച്ചിക്ക് അവനെ മനസ്സിലായില്ലേ? നമ്മളെ മോഹന ചേച്ചിയുടെ മോൻ ശിശുപാലൻ. അയ്യോ കൊച്ചന, നീ ആയിരുന്നു ശിശുപാലൻ? അതെ അതെ. നീ സദ്യ കഴിച്ചായിരുന്നോ? ഇല്ല. അതെന്ത് വർത്താനം വെച്ച് പറയണത്? സദ്യ കഴിക്കാനല്ലേ നമ്മൾ അവനെ വിളിച്ചു വരുത്തിയത്. അതൊന്നും മറന്നുപോയി സന്ദ്രി. മകളെ, ഒരു കാര്യം ചെയ്, സദ്യ കഴിക്കാൻ കൈ കഴുകിട്ടിരിക്കൂ. സന്ദ്രി, എന്നെ വിരിക്കൂ. ഇങ്ങനെയാണ് എന്നെ വിരിക്കണ. തിരിച്ചിറി. സോറി 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 മോനെ. നോക്കണ ഇരിയടാ നാറി. സന്ദ്രി, ആഹാരം വിളമ്പ്. അച്ചാറ് വൈ, വെച്ച് ഉപ്പേരി വൈ, വെച്ച് ചിപ്സ് വൈ, വെച്ച് മുഴുകൂട്ടൻ വൈ. അയ്യോ, വെച്ച് ചോറട്. എത്ര ചോറായിടോ? അവനെ കഴിക്കണ്ടേ? കുറച്ചിടേ. സോറി സോറി, ഒന്നുകൂടെ. ഭ്രാന്താണ് അതോ മറ്റെന്തെങ്കിലും ആണ്? സന്ദ്രി, ആദ്യം രസം വിളമ്പ്. ആദ്യം സാമ്പാറല്ലേ വിളമ്പാനുള്ള? ആണോടി? പാട്ടി പറയണ വേഗടി പാടിപ്പോലെ വിളമ്പടി. എങ്കിൽ തൈര് വിളമ്പാ. താ മക്കളെ, എലിശ്ശേരി കഴി. മകളെ, ചോറ് തീരാൻ നേരത്ത് പറയണേ. ഞാൻ തരൂല്ല. ലേശം ചിക്കൻ ഇടട്ടോ. ഹലോ 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 ഹലോ, ചന്ദ്രി കൂട്ടിരിക്കാൻ വന്നാ? കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിനെ വിളിച്ചിട്ട് കൂട്ടടക്കം വരുന്ന ചെപ്പടിച്ചിരിക്കും. കൂട്ടടക്കാൻ വിളിക്കണം. അവന് എതിർപ്പേരൊന്നും വിളിക്കാത്ത ഇങ്ങനെ ഞാൻ മാന്യായിട്ട് സംസാരിക്കാം. ഹലോ ഹലോ, ഇതാര്? ഞാനാ, ഞാൻ നിന്റെ യമൻ. എടാ പഞ്ചർ മുതുക്ക, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോടാ? ഐ ആം എസ്ഐ ചന്ദ്രി. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയ ബറാക്ക് മോറ കണവ മൂഞ്ചി കൊഞ്ചിത്തലയാ സിലോപ്പിവായ ഇടിച്ച് നിന്റെ കൂമ്പ് പാട്ടി കൂമ്പ് തോരൻ ഉണ്ടാക്കി കൊടുക്കും. മക്കളെ, കൂമ്പ് തോരൻ വേണോടാ? കൂമ്പ് തോരൻ വേണ്ട, ഞാൻ കഴിക്കൂല. വേണം. നീ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. അവില് മണിയാ, നിന്നെ എന്ന് എന്റെ കൈ കിട്ടിയ. ചേച്ചി പറഞ്ഞു. സോറി, റോങ് നമ്പർ. ഭാര്യ തെറ്റിദ്ധരിച്ച് വിളിച്ചതാണ്. സോറി. ഇവിടെ നമ്പരും മാറ്റിയാ? ചോറ് കഴിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് പോവാം. ചേച്ചി, ഞാൻ ഇല മടക്കി. സദ്യ കൊള്ളാമേ. അപ്പൊ പിന്നെ ഞാൻ പോട്ടാ. പോലെ ഇനിയാണ് കലാപരിപാടികൾ. നമസ്കാരം. ഉത്രാട ദിനത്തോടനുബന്ധിച്ച് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന സിനിമകൾ: റൺവേ, രസികൻ, മല്ലുസിൻ. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സിനിമ മൈലാഞ്ചി കൈയുള്ള മൊഞ്ചൻ. കൈരളി ടിവിയിൽ കൊച്ചേട്ടൻ. എപ്പോഴും വലിയേട്ടന്റെ എണ്ണ, പ്രാവശ്യം കൊച്ചേട്ടൻ ഇടാം. ചേഞ്ച്. ഈശ്വര, പായസത്തിൽ വേറെന്തോ കലക്കി കുടിച്ചതാണെന്നാണ് തോന്നണ. നമസ്കാരം. ചതയന്തരത്തിലെ സ്പെഷ്യൽ പരിപാടിയായിട്ട് ലളിതാംബിക കുടുംബശ്രീയിലെ സുന്ദരിയും സുമികയും സുശീലയുമായ പ്രസിഡന്റ് ജലജയുടെ കൂട്ടുകാരിയായ സന്ദ്രി അവതരിപ്പിക്കുന്ന കുത്തുപാട്ടാണ് അടുത്തത്. ആലാപനം തുടങ്ങുകയായി. ഏത് മൂട്, ഏത് മൂട്
മൂട്, ശാന്തയുടെ മൂട്, ഏത് മൂട്, കുസുമത്തിന്റെ മൂട്, ഏത് മൂട്. ചേച്ചി ഒരു റബ്ബറിന്റെ മൂടും വേണ്ട. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശിശുബാലൻ നമുക്ക് വേണ്ടി ഒരു സംഗീതം ആലപിക്കാൻ പോവുകയാണ്. എടി നാക്ക് കഴിഞ്ഞില്ലടേ എന്റെ. പാടാക്കളെ. അയ്യോ എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂടാ. സംസ്ഥാന തലത്തില് മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് അടിച്ച നിനക്ക് പാടാ അറിഞ്ഞൂടെന്നാ കേട്ടാ ചേച്ചി? എനിക്കറിഞ്ഞൂടാന്ന്. മീശക്കാരൻ മാധവന് ദോഷത്തിന് അനാശ. ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. എന്റെ മാധവനെ പറ്റിയല്ലേ പരാമർശിച്ച? ഈശ്വര, പുള്ളിക്കാരന് ദോശ വാങ്ങിക്കാൻ പൈസ ഇല്ല. ഗൂഗിൾ പേ അയച്ചോടെ ചിലപ്പോ കൂടുതൽ ചോദിച്ചാലായി. അപ്പൊ ഇത് കേട്ടോ. ഞാനും ഒന്നും കഴിച്ചില്ല. എനിക്കും കൂടെ ജിപേയിൽ ഒരു 5000 രൂപ അയച്ചു തരുമോ? മൈ ഫോൺ നമ്പർ ഈസ്. നീ എപ്പോഴാ പുള്ളി ഒരു ആരായാലും സജ്ജീകരിച്ചത്? പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങട്ടെ അയച്ചി. സമയമൊക്കെ ഒരുപാടായില്ലേ. തിരുവാതിര കളിക്കാതെ നിന്റെ ഈ രണ്ടണ്ണിക്കാലും കൊണ്ട് നീ പുറത്തിറങ്ങിയ അതെ അറിഞ്ഞൂടെ ആക്ഷനിലൊതുക്കി. തിരുവാതിരേ? നമസ്കാരം. സപ്തസാഗര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയോടുകൂടി ഇപ്രാവശ്യത്തെ ഓണപരിപാടിക്ക് അവസാനം കുറിക്കാൻ പോവുകയാണ്. അപ്പോൾ തിരുവാതിര കളിച്ച് തുടങ്ങിയാലോ? കളിക്ക. പാർവണേന്ദു മൂക്കി പാർവതി ജഗതീശ്വരന്റെ ചിന്തയിൽ മുഴുകി അലഞ്ഞു. ആരും മറക്കില്ലെന്ന് ഒരിക്കലും മറക്കില്ല. അകത്തറിയാവുള്ള ആടും പാർവതി ജഗതീശ്വരന്റെ ചിന്തയിൽ മുഴുകി അലഞ്ഞു. ആരും മറക്കില്ലെന്ന് ഒരിക്കലും പിരിയില്ല. ചേച്ചി തിരുവാതിര ഇപ്പൊ തീരോ? തിരുവാതിര ഇപ്പൊ തീരും. ആശ്വാസായി. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കുച്ചിപ്പൊടി തുടങ്ങുന്നതായിരിക്കും. ഈശ്വരാ. കളിച്ചോ.